ശരവണ ശരവണ ഇപ്പൊ ഇറങ്ങിക്കോ എല്ലാരും ഇവിടുന്ന്. മല്ലി മല്ലി വന്നിരിക്കുന്നു. മല്ലി മുളകൊക്കെ ഞങ്ങൾ ആവശ്യത്തിന് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി അത് തീരുമ്പോ ഞങ്ങൾ പറയാം. ഞാൻ നിങ്ങൾക്ക് മല്ലിയും മുളകും വിൽക്കാൻ വന്നതല്ല. എന്റെ പേരാ മല്ലി. പേരോ? ഇത് തങ്കപ്പൻ തന്നെയാ. ഇപ്പൊ ഇറങ്ങണം എല്ലാരും ഇവിടുന്ന്. രാവിലെ കാശെണ്ണി മേടിക്കാ, രാത്രി ഇവിടുന്ന് ഇറങ്ങി പോവാൻ പറയാ. ഇതിന്റെ വെള്ളരിക്ക പറ്റില്ല. നിങ്ങൾക്ക് പാട്ടും കൂത്തും നടത്തി ആഘോഷിക്കാൻ ഇത് ക്ലബ് ഒന്നും അല്ല. മുത്തശ്ശനൊന്നും മിണ്ടണ്ട. മാന്യമായി ജീവിക്കുന്ന ആൾക്കാരാ ഞങ്ങള്. നിങ്ങളുടെ തോന്നിവാസം ഒന്നും ഇവിടെ നടക്കില്ല. സംഗീതം തോന്നിയാസാണോ? ഇതപ്പൊ നന്നായേ. അതെന്താ സിസ്റ്റർ, ഈ പാവം കലാമണ്ഡപം സരളെടുത്ത് ഒന്ന് കളിച്ചപ്പോ ഞാനൊന്ന് പാടിയത് ഇത്ര കലാമാക്കണോ? കലാമണ്ഡപം അല്ല, കലാമണ്ഡലം. ഫ്രണ്ടിലായാലും മുന്നിലായാലും കളി ഉണ്ടല്ലോ. തന്റെ കോമഡി ഒന്നും ഇവിടെ വേണ്ട. മോളെ മല്ലി, ചോള ചോളാന്ന് പണെണ്ണി തന്നതേ നീ പറഞ്ഞ പോലെ ജീവിക്കാനല്ല. ഒരു വർഷത്തിൽ കരാറുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ 1 വർഷത്തിൽ ഞങ്ങൾ ഇവിടെ താമസിക്കും. 1 വർഷമല്ല, 1 രാത്രി പോലും ഇവിടെ നിൽക്കാൻ പറ്റില്ല. എന്താ ചെയ്യേണ്ട നീ മല്ലിക്ക് അറിയാം. മല്ലിക്കറിയോ? എടോ വന്നേ. നോക്കി മേടിപ്പിക്കലടി. അവളെ നോട്ടം കണ്ട മത്തങ്ങ കണ്ണി. ഇവള് മല്ലിയല്ല, മുളക. നല്ല 1-ാം തരം വെള്ളക്കാന്താരി മുളക്. ഇവളെന്താ സ്കൂളിൽ കൊണ്ടുപോവാ? ഈ വെളുപ്പകാലത്ത് ആരാണോ? ആരാത്? ആ മല്ലിയും കടുകേരിക്കുള്ളൂ. ചേട്ടന് ഈ രൂപത്തിൽ കണ്ട അവര് ഞെട്ടിത്തെറിക്കും. ഞാൻ പോയി തുറക്കവാതില്ലേ. 1 കൊല്ലം ഇവിടെ കഴിയാനുള്ളതാ. ഇപ്പോഴേ പിള്ളേര് നിലയ്ക്ക് നിർത്തിയില്ലെങ്കിൽ ഇന്നലെ വന്നു കയറി നിരങ്ങി പോലെ അങ്ങ് നിരങ്ങും. ഇതൊരു കീറാമുട്ടാണല്ലോ. അല്ല വേണ്ട, താൻ പോയി തുറക്ക്. എന്റെ ഈ സ്റ്റീൽ ബോഡി കാണിച്ച ശരിയാവില്ല. കെട്ടുപ്രായം കഴിഞ്ഞേക്കുന്നത് പിള്ളേരാ. പലതും അറിയാതൊക്കെ തോന്നിപ്പോവും. ഒരു ജിമിനീഷ് സരളേ, ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. ഇറങ്ങി വേണം. എന്താണ് നിന്റെ പേര്? മുജീബ് റഹ്മാൻ. ആരടാ ഇവള്? എന്റെ പെങ്ങളാണ് സാർ, സരള. റഹ്മാന്റെ പെങ്ങള് സരള. സഹോദരനും സഹോദരിയും തമ്മിൽ നല്ല മതസൗഹാർദ്ദം. സാർ, ഇതെന്റെ കൂട്ടുകാരന്റെ ഭാര്യ. കൂട്ടുകാരന്റെ ഭാര്യ എനിക്ക് എന്റെ സ്വന്തം പെങ്ങളെ പോലെയാ. പെങ്ങളെ പോലെ? പെങ്ങളല്ലല്ലോ. ആണോ? സത്യം പറ, ആരാ അവള്? മുമ്പ് മുംബൈയില് ബാർ ഡാൻസർ ആയിരുന്നു. ഇപ്പോ റെന്റെ വൈഫായിട്ട് ജോലി ചെയ്യുന്നു. റെന്റെ കാറെന്നൊക്കെ കേട്ടിട്ടുണ്ട്. റെന്റെ വൈഫ് കൊള്ളാം. നല്ല ബെസ്റ്റ് ബിസിനസ്. എന്താ നിനക്ക് ഇവിടെ കാര്യം? അത് വീട് പണിയത്തിനെടുക്കാൻ വേണ്ടി ഭാര്യയായിട്ട് അഭിനയിക്കാൻ പണം തന്ന് കൂട്ടിക്കൊണ്ടു വന്നതാ. പണം തന്നാ നീയൊക്കെ എന്തും ചെയ്യും. ആരൊക്കെയാ കൂട്ടുകക്ഷികള്? എവിടെ കൂടാതെ വേറെ എത്ര പെങ്ങന്മാരുണ്ടോ? ഞാനൊരു പാവം ബ്രോക്കറാണ് സാർ. അത് വൈഫിനെ റെന്റിന് വിട്ടപ്പോഴേ മനസ്സിലായി. അയ്യോ, ഇതെന്റെ വൈഫല്ല സാർ. എനിക്ക് റിയൽ എസ്റ്റേറ്റാ. റിയലി? റിയൽ അല്ല സാർ, റിയൽ എസ്റ്റേറ്റ്. കളിയാക്കളാ? ആ സാർ, ഇവരുടെ പേരിലാണ് വീട് പണയത്തിന് എടുത്തിരിക്കുന്നത്. അകത്തെന്താ കിണർ കുത്തായിരുന്നോ? എക്സർസൈസ്. നീയൊക്കെ കൂടെ ഇവിടുത്തെ പെണ്ണുങ്ങളെ റെഡ് സ്റ്റേറ്റിൽ എത്തിക്കില്ലടാ. വകുപ്പ് ഇമ്മോറൽ ട്രാഫിക്കാ. എന്താണ് നിനക്കൂടെ പണി? കോൺട്രാക്ടറാ? അല്ല, പച്ച കള്ളമാണ് സർ. ഇന്നലെ ഇയാൾക്ക് ബിസിനസ് ആണെന്നാ പറഞ്ഞത്. താങ്ക് യു ഫോർ ദാറ്റ് വാല്യുബിൾ ഇൻഫർമേഷൻ. കേസിൽ വലിയ തുമ്പുണ്ടാക്കുന്ന ഒരു പോയിന്റ് ആ കുട്ടി പറഞ്ഞത്. എന്താ പേര്? മല്ലിക. ഓ, മനസ്സിലായി. ഈ കേസിലെ പരാതിക്കാരി. എന്റെ പേര് ശ്രീനിവാസൻ, SI ശ്രീനിവാസൻ. കണ്ടില്ലേ? ശരവണൻ കോൺട്രാക്ടർ കം ബിസിനസ് മാൻ ആണല്ലേ? കോൺട്രാക്ടർ കം ബിസിനസ് മാൻ അല്ല,
അല്ലറ ചില്ലറ പണി കൊടുക്കുകയും വാങ്ങുകയും ചെയ്യുന്ന ചിന്ന കോൺട്രാക്ടർ. കൊട്ടേഷൻ ബിസിനസ് അങ്ങനെ മലയാളത്തിൽ പറയും. കൂടുതൽ സ്മാർട്ടായി നോക്കണ്ട. ഐ വോണ്ട് ടോളറേറ്റ് ദിസ് കൈൻഡ് ഓഫ് ഗുണ്ടായിസം. നോക്കി നിൽക്കാതെ എല്ലാത്തിനും പിടിച്ച് വണ്ടി കയറണം. സാർ ഞാൻ ഇവള് കുളിച്ചിട്ട് വരാം. നിന്നെ ലോക്കപ്പിലിട്ട് കുളിപ്പിക്കണം. പട്ടി എന്താ കേസാക്കണ്ട, ഇവിടെ നിന്ന് ഒഴിവാക്കിയാ മതി. ഇവര് കുട്ടി ഉപദ്രവിക്കുന്നു പഠിച്ചിട്ടാണോ? അതല്ല സർ, ഇത്തരം കേസിൽ ഞങ്ങൾ കോടതിയിൽ സാക്ഷി പറയാൻ എത്തുക എന്നൊക്കെ പറഞ്ഞാൽ ആളുകൾ പിന്നെ പല കഥകളും പറഞ്ഞുണ്ടാക്കും. എന്താ ഇവിടെ തന്നെ നിന്ന് കളഞ്ഞത്? മതി താമസം. പെട്ടിയും പ്രമാണം ഇറങ്ങിയല്ല. അങ്ങനെ ഒഴിയാൻ പറ്റില്ല. ഈ വീട് 1 വർഷത്തേക്ക് കരാർ എഴുതി പണയത്തിനെടുത്തവനാ ഞാൻ. കാലാവധി കഴിയാതെ ഇറങ്ങേണ്ടെന്നൊരു വകുപ്പുണ്ട് കരാറില്. ഹൗസ് ഓണർക്ക് താല്പര്യമില്ലെങ്കിൽ കോൺട്രാക്ട് ക്യാൻസൽ ചെയ്യാൻ വകുപ്പുണ്ട് അല്ലേ? ഒരു കാര്യം ചെയ്യൂ, ഇവരുടെ പൈസ എങ്ങ് തിരിച്ചു കൊടുക്കൂ. കാശിപ്പ കയ്യിലില്ല, കുറച്ച് ദിവസത്തെ അവധി തരണം. എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? കാശ് എന്നാ ഞങ്ങൾ അറിയിക്കോളാം. പൈസ 1 2 അല്ല, 1 ലക്ഷം ഉറുപ്പിക. തൽക്കാലം ഇവര് കാശ് തരുന്നത് വരെ നിങ്ങൾ വേറെ എവിടെയെങ്കിലും പോയി താമസിക്കുക. എന്നാ സാറൊരു പണി, സാറ് ഭാര്യയും കുട്ടികളും കൂട്ടി സ്റ്റേഷനിലേക്ക് താമസം മാറും. ഞങ്ങൾ സാറിന്റെ വീട്ടിലേക്ക് താമസം മാറ്റിക്കോളാം. കുട്ടിയൊന്നും വിഷമിക്കണ്ട, ഇവന്മാരെ ഞാൻ ഡീൽ ചെയ്തോളാം. അത് ശരി, ആളെ കണ്ടപ്പോഴേ എനിക്കും തോന്നി. മറക്കല്ലേ. നടക്കണോ സാറേ? ഒരു മിനിറ്റ്, ഒറ്റ മിനിറ്റ്. എന്താടാ? കോൺസ്റ്റബിൾ അംബുജാഷിയുടെ ഗർഭത്തിനുള്ള ഉത്തരവാദി സാറാണെന്നുള്ളത് സാറിന്റെ ഭാര്യയോട് ഫോൺ ചെയ്ത് പറഞ്ഞിട്ട് സ്റ്റേഷനിലോട്ട് വന്നാ മതിയോ? അംബുജാക്ഷി എങ്ങനെ അറിയാം? അമ്പുജാക്ഷിക്കുള്ള വാടക വീട് ഞാനാ ശരിയാക്കി കൊടുത്തത്. അപ്പം എല്ലാം പറഞ്ഞതുപോലെ തൽക്കാലം അഡ്വാൻസ് തുക അറേഞ്ച് ചെയ്യുന്നവരെ ഇവരിവിടെ കഴിഞ്ഞോട്ടെ. പാവങ്ങളാ. ഞാൻ മുടങ്ങി അല്ലേ? ഗോപിച്ചട്ടി പാടത്തുനിന്ന് ലോഡ് എപ്പോ ഇട്ടു? ഉച്ചയ്ക്കും എത്തും. എന്താടാ സദാനന്ദ, നീ നിൽക്കുകയാണോ നടക്കുകയാണോ? കളി രോഷേട്ടോടെ വേണ്ട. ആരാണ് നോക്കടാ? നമ്മുടെ ട്രാൻസ്പോർട്ട് ഓഫീസിൽ നിന്നാ. ചായ എടുക്കണോ? ആ ഒരു ചായ. ആ ഒരു എക്സ്ട്രാ ഗ്ലാസ് കൂടെ. എന്താടാ റൗണ്ട് ഷൂട്ടി? നമ്മുടെ 8-10 ലോറികൾ ഒരാഴ്ചയായിട്ട് ഷെഡിൽ തന്നെയാണോ? ലോഡ് പിടിക്കണ പണി വർഷമില്ലെങ്കിൽ പറഞ്ഞേക്ക്. മാനേജർ സ്റ്റാൻഡിലേക്ക് പണി അറിയാവുന്ന നല്ല പാലക്കാടൻ പട്ടണ പിള്ളേരെ ഞാൻ കൊണ്ടുവന്നോളാം. എടാ കാണാരാ, ആ ചാവക്കെട്ടാരുടെ പഴയ കണക്കൊക്കെ കിട്ടടാ. വരാപ്പുഴ പള്ളിയിൽ നിന്ന് കുടിയേറ്റം പറഞ്ഞേറ്റ ആളല്ലേ? അല്ല. ആഹാ, ഞാൻ ശരവണൻ, ഫൈനാൻസ് കമ്പനിന്നാ. ജോസേന്റെ ഒരു 8 ലോറികളുടെ CC മുടങ്ങി കിടക്ക. കച്ചവടത്തിന്റെ തിരക്കിനിടയിൽ മറന്നാണെങ്കിലേ എന്നേക്ക് അതിന്റെ കുടിശ്ശിക തീർക്കാൻ പറ്റുന്ന അറിയാൻ വേണ്ടി വന്നതാ. ഞാൻ ഫൈനാൻസ് പൊളിഞ്ഞ കമ്പനിക്ക് ആരടാ TC അടയ്ക്കുന്നത്? നീ ചുമ്മാ നേരം മെനക്കെടുത്താ പോവാൻ നോക്ക്. കണക്ക് കിട്ടിയോടോ? ജോസേന്റെ മുടങ്ങി കിടക്കുന്ന പൈസ അടച്ചാൽ തന്നെ നൈനാൻ ഫൈനാൻസ് രക്ഷപ്പെടും. എന്നെ ഉപരിച്ച് സമയം കളയാണ്ട് നീ ഇവിടുന്ന് സ്കൂട്ട് ചെയ്യാൻ നോക്ക്. യൂസ് വന്നതൊക്കെ അറ്റാച്ച് ചെയ്യാനാ കമ്പനി തീരുമാനം. കുറച്ചെങ്കിലും അടയ്ക്കണതല്ലേ ബിസിനസിന്റെ ഒരു മാന്യത ജോസേട്ടാ. പട്ടാം വയറ്റില് കുന്നംകുളത്തു നാട് വിട്ട് വന്ന ഞാൻ കൊച്ചിയിൽ അങ്ങാടിയിൽ ഉരിഞ്ഞു വീണ നേന്ത്രക്കായ പറക്ക് വിട്ടോണ്ട് ആ കച്ചവടത്തിന്റെ നേരും നെറിയും പഠിച്ചത്. എന്നെ നീ കച്ചവടം പഠിപ്പിക്കല്ലേ. ജോസേന്റെ വണ്ടികള് ഇപ്പോഴും നാഷണൽ ഹൈവേ കൂടെ തന്നെയല്ലേ ഓട്ടിക്കണേ? നിന്നെ പേടിച്ച് വണ്ടികൾ കട്ടപ്പുറത്ത് കയറ്റണമെങ്കിൽ മരിച്ചുപോയ എന്റെ അപ്പം വെടിക്കാരൻ പ്രാഞ്ചി വീണ്ടും ജനിക്കണം. പാവം പാഞ്ചി അവിടെ കിടക്കട്ടെ. ജോസേട്ട എന്നെ പണി എടുപ്പിച്ചേ അടങ്ങൂ. വേണ്ടടാ മോനെ, പൂരം കുറെ കണ്ടടാ ജോസേട്ടൻ. എന്നാ പിന്നെ കാണാൻ പോണ പൂരത്തിന്റെ വെടിക്കെട്ടിന്റെ തീ ഞാൻ തന്നെ കത്തിക്കാം. ഈ തവണത്തെ പൂരം ജോസേട്ടൻ എന്റെ വക. കാണേണ്ട പൂരമാണെങ്കിൽ ജോസേട്ടൻ കണ്ടിരിക്കുവാടാ മക്കളെ. അപ്പൊ പിന്നെ പൂരപ്പറമ്പിൽ സന്ധിക്കും വരും വടക്കം. വൈകിട്ടെന്താ പരിപാടി? വൈകിട്ടെന്താ പരിപാടിന്ന്
ഹലോ, ജോസ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ. എന്റെ പേര് അറുമുഖൻ. ലോറികൾ ഒഴിവുണ്ടെങ്കിൽ 5-8 ലോഡ് മാങ്ങ ഹൈദരാബാദ് വരെ എത്തിക്കണം. അതിനെന്താ, എത്തിക്കാലോ. ബൈപ്പാസിലെ പേൻ പാർക്കിലോട്ട് വന്നാൽ മതി. അവിടെ വെച്ച് ലോഡ് കയറ്റ മാങ്ങ. ഓക്കെ, ഇപ്പൊ തന്നെ അയച്ചേക്കാം. താക്കോൽ പൂജിക്കേണ്ടതുണ്ട്. എല്ലാവരും താക്കോൽ താമ്പാളത്തിൽ കൊണ്ടിടുക. പൂജിച്ചു തരാം. നിങ്ങളുടെ മുതലാളിയിലെ വിശ്വാസിയാന്ന് തോന്നുന്നു. അയ്യോ, വിശ്വാസി എന്ന് ഇങ്ങനെ വിശ്വാസമുള്ള ഒരു വിശ്വാസി വേറെ ആരുമില്ല എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ ആരും വിശ്വസിക്കില്ല എന്ന് എനിക്ക് വിശ്വാസമുണ്ട്. ആമാ, നിജന്താ. പൂജയ്ക്ക് അമ്പലത്തിലേക്ക് ഞാൻ പറഞ്ഞോ, കുടിച്ചിട്ടില്ല. അതൊരു പുതിയ സംഭവം അല്ലല്ലോ. താക്കോലും കൊണ്ട് നിങ്ങൾ അമ്പലത്തിൽ പോയി ബുദ്ധിമുട്ടണമെന്നില്ല. സ്വാമിജി നേരെ ഇങ്ങോട്ട് എഴുന്നള്ളൂ. സ്വാമിജി ഇങ്ങോട്ടോ? അയ്യോ, സാക്ഷാൽ ഭഗവാൻ അങ്ങനെയാ. എല്ലാം മായാജാലമല്ലേ. എല്ലാരും ഭക്തിപുരുഷനും താക്കോൽ താമ്പളത്തിൽ കിടുക. ഹരഹരോ 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 താക്കോൽ ഹരഹര. ഇരുവേൽ മുരുക, വെട്ടുവേൽ മുരുക, ജ്ഞാനപ്പഴമേ രംഗ പോടണം. എന്താ ബാഗിൽ പോടറാ തങ്കപ്പ. സ്വാമി 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 ഹരഹര. നിങ്ങൾ എന്താ കാട്ടണേ? ഇതാണ് പൂജ. ലോങ് ട്രിപ്പ് പോകുമ്പോ ഇവിടുത്തെ ഒരു പതിവാ. വിളിച്ചോ? ഇനി ഹരഹരോ വിളിക്കണ്ട, പകരം ഞങ്ങൾ നീണ്ട കരവഴി കൊടകര എന്ന് പറഞ്ഞാലേ ഇത് കുന്നംകുളത്തുണ്ടാക്കിയ ജോസിന്റെ ഡ്യൂപ്ലിക്കേറ്റ് ബുദ്ധിയല്ല. നൈനാൻസ് ഫൈനാൻസും CC എടുത്ത് 8 ലോറികൾ ശരവണ പൂജയ്ക്ക് എടുത്തുന്നു. തങ്കപ്പാക്കി അയച്ചു പൂട്ട്. പോലാ റൈറ്റ്.